അപ്പൊ ഞാൻ പറയുന്നത് ഖബറിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലഖിയൽ അദുവ ഫസ്വബറ ഹത്താ യുഖ്തല ഔ യഗ്ലിബ ലം യുഫ്തൻ ഫീ ഖബ്രിഹി. രക്തസാക്ഷിയായ ഒരാൾ ഖബറിനുള്ളിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പലരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രധാനമായും എണ്ണിയത് രക്തസാക്ഷികളെ തന്നെയാണ്. വേറെ ഒരു ഹദീസിൽ കാണാം, ഒരിക്കലും സുഖപ്പെടാത്ത രോഗത്തിലായി ഒരുപാട് കാലം കടന്ന ഒരാൾ ആ രോഗത്തിന്റെ കെടുതികൾ അവൻ അനുഭവിക്കുമ്പോ ക്ഷമയോടുകൂടെ ആ രോഗത്തെ അവൻ കൈകാര്യം ചെയ്തുവെങ്കിൽ മാത ഷഹീദാ, അവൻ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അത് കാരണം അല്ലാഹു അവനെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസിൽ കാണാം, വയറുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ഒരാൾ മരണപ്പെട്ടാൽ ലം യുഅദ്ദബ് ഫീ ഖബ്രിഹി, അവന്റെ ഖബറിനുള്ളിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. ഇനി അതിനുള്ള ചില മാർഗങ്ങൾ പറയുന്നു. എല്ലാ രാത്രിയും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, ആ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും. വേറെ ഒരു ഹദീസ്, ഒരാൾ സൂറത്തു സജദ അപ്രകാരം തബാറക ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്തു ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങുന്നയാൾക്ക് അല്ലാഹു തആല ഖബറിൽ നിന്നുള്ള മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ്, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ആ മനുഷ്യരെ രക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരലോക യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ താൽക്കാലികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുവാനും ഇതിൽ നിന്നൊക്കെ അല്ലാഹുവിനെ അടുക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയൂ. നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഖബറിലുള്ള അനുഭവങ്ങൾ പറയാനുണ്ട്. നമ്മൾ പരലോക യാത്ര അതിന്റെ ഏതാനും ചില ഭാഗങ്ങളെങ്കിലും ബാക്കി പറയണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ ആ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതായാലും നമ്മൾ ചിന്തിക്കുക, വലിയ വലിയ മഹാന്മാരൊക്കെ പേടിച്ചത് ഖബറിൽ കടക്കുന്ന രംഗായിരുന്നു അല്ലേ? അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ ഉഖ്ബിറുകും ബിയൗമി ഫഖ്രി, എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ? യൗമുൻ ഊളഉ ഫീ ഖബ്രി, ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ്. പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ദാരിദ്ര്യം ഈ ദുനിയാവിലെ ദാരിദ്ര്യമല്ല, എന്റെ ദാരിദ്ര്യം ഖബറിന്റെ ഉള്ളിലുള്ള ഏകാന്തതയാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും. ഞാൻ അത് അത്ര പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ്, നിർബന്ധിതനായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരവസരം വരുമ്പോൾ നമുക്കതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടെ വിശദമായിട്ട് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ കിടന്നാൽ
എല്ലാവരും ഖബറിലാകും. തലമുറ തലമുറയായി ഖബറിലേക്ക് വീഴും. ഓരോരുത്തരും മരിച്ച് മണ്ണോട് ചേരും. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം ലോകമങ്ങ് അവസാനിപ്പിക്കാൻ. പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ യാത്രയുടെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്നാലും 1-2 ആയത്തുകൾ മാത്രം. വനുഫിഖ ഫിസ്സൂർ വനുഫിഖ ഫിസ്വറബലൻ വനുഫിഖ ഫിസ്സൂർ. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ആളുകൾ ചോദിക്കുന്നു, ഇതെന്നാ ഈ ലോകം അവസാനിക്കുക? എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണത്? എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. സൂറത്ത് യാസീനാണ്. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നതാണ്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീല് ബാക്കിയുണ്ട്, മീകാഈല് ബാക്കിയുണ്ട്, ഇസ്രാഫീല് ബാക്കിയുണ്ട്, അസ്റാഈല് ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്? ഇനി ആർക്കാണ്? കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. എവിടെയാണവർ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു
ഈ സൂറത്ത് അങ്ങ് ഓതി ബോധരഹിതനായി വീണു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താ? അത് ഖിയാമത്ത് നാളിനെ കണ്ണിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കുന്ന സൂറത്താണ്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല. കാരണം പറയാൻ കാരണം എന്തുകൊണ്ടെന്നാൽ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ കൈഫ അൻഉമു ഫിദ്ദുന്യാ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖിക്കുന്നത്? എല്ലാവർക്കും വലിയ സങ്കടമായി. നബിയേ, ഞങ്ങൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്തു പറയണമെന്നാണ് അങ്ങ് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സഹാബികളെ, നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എല്ലാം അവസാനിക്കും, എല്ലാം കെട്ടടങ്ങും, എല്ലാം ശാന്തമായി അല്ലാഹു തആല മറ്റൊരു ലോകമായി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കും. അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അതൊക്കെ ഒരു വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ചുരുക്കി 1-2 വാക്കുകളിൽ മാത്രം പറയുകയാണ്. അവിടെയുണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചവരാണെങ്കിൽ, അല്ലാഹു തമ്പുരാൻ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ആസ് ഇബ്നു വാഇൽ ഒരു എല്ലെടുത്തുകൊണ്ട്, എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിങ്ങളെ പരിഹസിച്ചു. കണ്ടില്ലേ, എല്ലാണിത്. ഈ എല്ലിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഒരു കഴുത ഉണ്ടാവുക? എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാ മനുഷ്യൻ ഉണ്ടാവുമെന്ന് പറയുന്നത്? എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ, പരലോകത്തെ നിഷേധിച്ചുകൊണ്ട്. യാസീൻ ഇറങ്ങി, വളറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നമ്മൾ എന്ന് ഓതുന്ന വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ്. അവൻ എങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ. അവൻ ചോദിക്കുന്നത്, ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ആ എല്ലുകളെ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ, നബിയെ, അങ്ങവനോട് പറയണം, ഓരോ വ്യക്തിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അല്ലാഹു തന്നെ അവരെ രണ്ടാമതും ഉണ്ടാക്കുന്നതാണ്. ഒന്നോർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്? ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അല്ലാഹുവിന് ഇനി ഈ ഉണ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഭീകരമായ രംഗമാണ്. ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ്, എല്ലാവരും പള്ളിക്കാട്ടിലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തെ രംഗം.
ആരുണ്ടാവുമെന്ന്? ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല. വല്ലാത്ത ഒരു ഭീകരമായ രംഗം വെള്ളാങ്ങല്ലൂരിലെ കരൂപ്പടന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂലുള്ള പറയുന്നു, തമൂതു വതുബഅസൂന കമാ തമൂതു. എങ്ങനെയാണ് നിങ്ങൾ മരിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും. ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം. പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത്. അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് അന്ത്യദിനത്തിൽ പരലോകത്തേക്ക് പുനരുദ്ധാന വേളയിൽ അവർ നടന്നു വരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന മന്ത്രവുമായിട്ടായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും രംഗം? റസൂലുള്ള പറഞ്ഞു, ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ചില ആളുകൾ അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അവർ കാലിന് മുകളിൽ നടക്കുകയില്ല. അവർ നടക്കുന്നത് മുഖം കുത്തിയിട്ടായിരിക്കും, കാല് മുകളിലേക്കും മുഖം താഴോട്ടുമാക്കിയിട്ട്. കാരണം ദുനിയാവിൽ അവരിങ്ങനെ വലിയ അഹങ്കാരികളായി നടന്നവരാണ്. ഇന്ന് അവരങ്ങനെയാണ് നടക്കുന്നത്. ഖബറിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴേ സഹാബികൾ ചോദിച്ചു, നബിയേ എങ്ങനെയാണ് അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത് യാ റസൂലല്ലാഹ്? അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ? അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലദീ അംശാഹും അലാ അഖ്ദാമിഹിം. ഏതൊരു രക്ഷിതാവാണോ രണ്ട് കാലിന്റെ മുകളിൽ അവരെ നടത്തിയിട്ടുള്ളത്, ഖാദിറുൻ അലാ അയ്യുംശിയഹും അലാ വുജൂഹിഹിം, ആ അല്ലാഹു തമ്പുരാന് അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറുകൾ പൊട്ടിപ്പിളരും, ഈയാം പാറ്റകളെ പോലെ നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. കൽ ഫറാശിൽ മബ്സൂസ്, അങ്ങനെയായിരിക്കും. ഈയാം പാറ്റകളെ പോലെ വരും പരലോകത്തേക്കുള്ള യാത്ര, അല്ലേ? പിന്നെ ആരും അറിയില്ല. പിന്നെ മഹ്ശറിലേക്ക് ഓടുകയാണ്. ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവര് അട്ടഹസിക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാണ് ഈ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? അല്ലാഹുവേ എന്തൊരു ഉറക്കമായിരുന്നു ഞങ്ങൾ, ആരാണ് റബ്ബേ ഞങ്ങളെ ഈ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? ആ സമയത്ത് വിശ്വാസികൾ അല്ലാഹു തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെപ്പോലെ വഅദ് കേട്ടവർ, അത് ഉൾക്കൊണ്ടവർ, അത് പേടിച്ചവർ പറയുന്നത് ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത്, ഇത് തന്നെയാണ് നമ്മൾ വഅദുകളിൽ കേട്ടത്, ഇത് തന്നെയാണ് നമ്മളോട് അല്ലാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞതെന്നവർ മറുപടി പറയും. പല രീതിയിൽ അവർ മഹ്ശറിലേക്ക് പോകും. റുക്ബാനൻ വ മുശാത്തൻ അലാ വുജൂഹിഹിം, ഓരോ രീതിയിൽ അവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം ഹുഫാത്തൻ ഉറാത്തൻ ഉർലാ, അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി, അവരുടെ
അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി, അവരുടെ കാലുകളിൽ ചെരുപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഹ്ശറിലേക്ക്. ഇനി അവിടെ ഉമ്മയില്ല, വാപ്പയില്ല, ഓരോരുത്തരും ഓടി അകലുകയാണ്. എല്ലാവരും ഓടുകയാണ്, പരസ്പരം കാണാൻ മടിക്കുകയാണ്. എല്ലാവരും ഓടി അകലുന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സഹോദരനെ കാണാൻ കഴിയുന്നില്ല. കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത്, ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ ക്യൂ നിന്നത്. കാണാൻ കഴിയുന്നില്ല. വ ഉമ്മിഹി വ അബീ, ഉമ്മയെ കാണാൻ കഴിയുന്നില്ല. കാരണം ഈ ഉമ്മയാണ് രാത്രി 12 മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ ഇവന് വാതിൽ തുറന്നു കൊടുത്ത ഉമ്മയാണ്. വസ്വാഹിബതിഹി വബനീ, 7 മണിയായി 8 മണിയായി സുബഹി ഖളാ ആയിട്ടും ഒന്ന് തട്ടി ഉണർത്തി വിളിച്ചിട്ട് സുബഹി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല, കാണുന്നില്ല, ഓടുകയാണ്. ഓടി ഓടി എങ്ങോട്ടോടും എങ്ങോട്ടും ഓടാനില്ല. കാരണം തിക്കാണ്, തിരക്കാണ്. അമ്പുകൾ നിറക്കപ്പെട്ടതുപോലെ, അമ്പുകൾ ഇങ്ങനെ ആവനാഴിയിൽ നിറക്കപ്പെട്ടതുപോലെ മനുഷ്യരിങ്ങനെ ഭീകരതയിൽ കിടന്നുകൊണ്ട് വെന്തുരുകുകയാണ്. കൈഫ ബികും ഇദാ ജമഅകുമുല്ലാഹ് കമാ തുജ്മഉൻ നബ്ലു ഫിൽ കിനാന. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടാകും? അമ്പുകൾ മുഴുവൻ ആവനാഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെയുണ്ടാകും എന്ന് ചോദിച്ചു. അല്ലാഹു തആല ഒരു നിരീക്ഷണം നടത്താതെ ഭീകരമായ രംഗം. ഇന്നിപ്പോ നമുക്കെന്താ ഒരു സമാധാനം? ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ നമുക്ക് വലിയ സമാധാനം. ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ, കാരണം ആൾക്കൂട്ടത്തിലാവുമ്പോ ഞാൻ കുറ്റവാളിയാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കൂലല്ലോ. എന്നാൽ അവിടെ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓരോരുത്തരും കരുതുന്നത് അല്ലാഹുവേ ഞാൻ മാത്രമാണോ അല്ലാഹ് ഇവിടെ ഒറ്റക്കാടോ റബ്ബേ? ഞാൻ ഏകനാണല്ലോ. ജബ്ബാറായ റബ്ബ്, ഖഹാറായ റബ്ബ്, എന്നെ മാത്രമാണല്ലോ അല്ലാഹ് നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ മടിച്ച ഒരാൾ ആ സക്കാത്തിന്റെ ധനം മുഴുവൻ അല്ലാഹു തമ്പുരാൻ 2 സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ മഹ്ശറാവൻ സഭയിൽ വെച്ച് അണിയിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയൂ നന്നായിട്ട്. നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ, അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ്. കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന്. മഹ്ശറിന്റെ കുറിച്ചൊന്നുമായിട്ടില്ല, വിചാരണയെ കുറിച്ചൊന്നുമായിട്ടില്ല. ഇങ്ങനെ ഓരോന്നും കടല് പോലെയുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ മനുഷ്യനും മഹ്ശറിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുമ്പോ ആ മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു മലക്കും ഉണ്ടാകും. 2 മലക്കുകളുടെ അകമ്പടിയോടെ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നുവല്ലോ. എന്റെ ഉമ്മമാരെ, സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ, സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവരോട് കൂടി കളികളും തമാശകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം ഖുർആനിലുണ്ട്. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ.
എന്നാൽ ഇന്നാ പിടിച്ചോളൂ, ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളൂ. നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ, അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖുർആനും നമ്മുടെ സ്വതക്കയും മാത്രമാണ്. ഖബറിനുള്ളിലും മരണവേളയിലും മഹ്ശറിലും എല്ലായിടത്തും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തണലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അവിടുത്തെയോടുള്ള സ്നേഹം, അവിടുത്തെയോടുള്ള പിൻപറ്റൽ, അവിടുത്തെയോടുള്ള സുന്നത്തുകളെ അനുധാവനം ചെയ്യൽ, ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടുത്തെയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തയാളുകൾ അക്സറുഹും അലയ്യ സ്വലാത്ത, എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ ആളുകളാണ് ണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക. അസ്സലാമു അലൽ മുഖദ്ദമി ലിൽ ഇമാമ, അസ്സലാമു അലൽ മുശഫഇ ഫിൽ ഖിയാമ. അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. നബിയെ സ്നേഹിക്കുക. ഒരിക്കലും നമ്മെ അവിടത്തേക്ക് അവിടുന്ന് ഒരിക്കലും നമ്മെ മറന്നിട്ടില്ലല്ലോ. നമ്മൾ അവിടുത്തെയും മറക്കാൻ പാടില്ല. അവിടുത്തെ ശഫാഅത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്തുകൊണ്ടേയിരിക്കുക. നബിയെ സ്നേഹിക്കുക. അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ മദ്ഹുകളിലായി, അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ മേലിൽ ഒരു വെള്ളിയാഴ്ച ദിവസം 300 സ്വലാത്തുകൾ ചൊല്ലിയാൽ റസൂലുള്ള പറയുകയാണ്, അവൻ മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗത്തിലുള്ള അവന്റെ ഇരിപ്പിടം അല്ലാഹു അവന് കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് നമ്മൾ ശ്രമിക്കുക. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെ ഹൗദുൽ കൗസർ കിട്ടാൻ അല്ലേ? നോക്കൂ നിങ്ങൾ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ പോയി ദുആ ചെയ്യുകയാണ്. വല്ലാത്ത ദുആ കഴിഞ്ഞു. സ്വഹാബികളോട് റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബികളെ, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ നബിയെ അങ്ങയുടെ സഹോദരന്മാർ? അല്ല, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല. അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ കൂട്ടുകാരാണ്. എന്റെ സങ്കടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന, എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ്, ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ്, എന്നാൽ എന്നെ കാണണമെന്ന് മോഹിക്കുന്നവരാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത്? അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ അവരെ തിരിച്ചറിയും പരലോകത്ത് വെച്ച്, മഹ്ശറിൽ വെച്ച് ഞാൻ അവരെ അറിയുന്നത് ഉർറൻ മുഹജ്ജലീന ബിആസാരിൽ വുളൂഇന്റെ അവയവങ്ങൾ, അവർ വുളൂ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ കത്തിത്തിളങ്ങുന്നവരായി ഞാൻ അവരെ കാണും. അങ്ങനെ കാണുമ്പോൾ എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് ഞാൻ അവരെ ഇങ്ങനെ വലിച്ച് വിളിച്ചു കൊണ്ടുവരുമെന്ന്, അവരിലേക്ക് ഞാൻ അവരെ വിളിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരലോകത്തെ രക്ഷ അതായിരിക്കും. നബി കൂടെ ഉണ്ടാകും, ഓരോ ഘട്ടത്തിലും നബി കൂടെ ഉണ്ടാകും. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത്ത് നൽകൽ ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഹബീബായ നബിക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ്. ആ 10 വർഷക്കാലം റസൂലുള്ളാഹിയുടെ പിന്നിലും മുന്നിലും നടന്നുകൊണ്ട് മദീനയിൽ റസൂലിന് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അവതശ്ഫഉ ലി യൗമൽ ഖിയാമ, എനിക്ക് അങ്ങ് ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ യാ റസൂലല്ലാഹ്? അതേ അനസേ, നിനക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യാം. അനസ് ചോദിക്കുന്നു, നബിയെ എവിടെയാണ് അങ്ങേ ഞാൻ തേടേണ്ടത്? ഫഅൈന അത്ലുബുക, പരലോകത്ത് ഒരുപാടിടങ്ങളുണ്ടല്ലോ, എവിടെയാണ് ഞാൻ അങ്ങയെ തേടേണ്ടത് നബിയെ? അവിടുന്ന് പറയുകയാണ്, അനസേ എന്നെ നീ തേടേണ്ടത് സിറാത്ത് പാലത്തിന്റെ അവിടെയായിരിക്കും. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫദ്ലുബ്നി ഇൻദൽ മീസാൻ, നന്മയും തിന്മയും തൂക്കുന്നിടത്ത് നീ അന്വേഷിക്കുക. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫദ്ലുബ്നി ഇൻദൽ حولك صافي المبرد بردنا يوم النشور من رأى وجهك يسعد يا كريم الوالدين حولك صافي المبرد بردنا يوم النشور. ആ ഹൗലുൽ കൗസറിന്റെ അവിടെ എന്നെ നീ അന്വേഷിച്ചോളൂ അനസേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.